മോദി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ CPM നടത്തുന്ന ഉപരോധ സമരത്തിന് മുന്നോടിയായി തൊടുപുഴയിൽ കാൽനട പ്രചാരണ ജാഥ നടന്നു. ഫെബ്രുവരി 25-ന് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ഉപരോധ സമരം നടത്തുന്നത്. കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഫെബ്രുവരി 25-ന് CPM നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഉപരോധ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി നടത്തുന്ന കാൽനട പ്രചാരണ ജാഥ 2ാം ദിവസത്തിലേക്ക് കടന്നു. കേരളത്തോട് കാണിക്കുന്ന അവഗണന എന്തുകൊണ്ടാണ് ഈ അവഗണന എന്ന് നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. രാജ്യത്ത് BJP ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന BJP, ആ BJPയുടെ ആശയം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. അവർ 3-5 ശത്രുക്കളെ വെച്ചിട്ടുണ്ട്. ആ ശത്രുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായി അവർ RSSന്റെ കഴിഞ്ഞ സമ്മേളനത്തിലും തീരുമാനിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഇല്ലായ്മ ചെയ്തതിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കേരളത്തിൽ BJPക്ക് വേരോട്ട് ഉറപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ള നല്ല ബോധ്യം അവർക്കുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു പരാജയം ഏറ്റുവാങ്ങാൻ ഇടയാക്കിയ സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുകാരനാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഫണ്ടിന്റെ സോഴ്സ് ഇല്ലാണ്ടാക്കി, അല്ലേ? കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയും വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനത്തിന്റെ അധികാരങ്ങളെ ഇല്ലാതാക്കി കാവ്യവൽക്കരണം നടത്തുന്ന നടപടികൾക്കെതിരെയുമാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉപരോധ സമരത്തിന് മുന്നോടിയായി തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 19-ാം തീയതി ആരംഭിച്ച ജാഥ 22-ന് വൈകിട്ട് പട്ടയം കവലയിൽ സമാപിക്കും. സമാപന സമ്മേളനം CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ ജാഥ ക്യാപ്റ്റനായിട്ടുള്ള ജാഥയിൽ TB സുബൈർ വൈസ് ക്യാപ്റ്റനും ലിനു ജോസ് മാനേജറുമാണ്. തെക്കുംഭാഗത്ത് നടന്ന യോഗത്തിൽ TM മുജീബ്, VB വിനയൻ, ഷീല ദീപു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.